എക്സാലോജിക് കൺസൾട്ടൻസിയുടെ ഈ അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഈ ശാഖയിൽ ഉള്ളതാണ്. 2016 മുതൽ ഈ അക്കൗണ്ട് അവിടെയുണ്ട്. വീണ വിജയനും സുനീഷ് എമ്മും, വീണയുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മുമാണ് ഇതിൻ്റെ സിഗ്നേറ്ററീസ്. 2020 ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രമുഖ 2 സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് വന്നിട്ടുണ്ട്. നമസ്കാരം. മാസപ്പടി കേസിൽ SFIO അന്വേഷണം ചട്ടവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി CMRL നൽകിയ ഹർജിയിൽ CMRLനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഭീകരപ്രവർത്തനങ്ങളെ അനുകൂലിക്കുന്നവർക്കും CMRL പണം നൽകിയോ എന്ന് സംശയമുണ്ട് എന്ന് SFIO ഡൽഹി ഹൈക്കോടതിയിൽ അറിയിച്ചു. ഇക്കാര്യം അന്വേഷിച്ചു വരികയാണെന്നും ഹൈക്കോടതിയിൽ കേന്ദ്ര ഏജൻസിയുടെ അഭിഭാഷകൻ പറഞ്ഞു. എക്സാലോജിക് CMRL ദുരൂഹ ഇടപാടിൽ അന്വേഷണം പൂർത്തിയായി എന്നും SFIO കോടതിയെ അറിയിച്ചു. കേസിൽ പ്രമുഖ രാഷ്ട്രീയ നേതാവിന് കൈക്കൂലി കിട്ടിയോ എന്നതും ഏജൻസി പരിശോധിക്കുന്നുണ്ട്. കാലിത്തീറ്റ കുംഭകോണ കേസിലെ പോലെയാണ് വ്യാജ ബില്ലുകളുടെ അടിസ്ഥാനത്തിൽ പണം നൽകിയത് എന്നും SFIO ഹൈക്കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കേസിൽ വാദം ഈ മാസം 23-ന് വീണ്ടും തുടരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണം നടന്നുവരികയാണ്. കരിമണൽ കർത്ത ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനിക്ക് മാസപ്പടി നൽകി എന്നതായിരുന്നു കേസിന്റെ തുടക്കം. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ അന്വേഷണം നടത്തുന്നത്. സെറ്റിൽമെന്റ് കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലായിരിക്കണം. പക്ഷേ രഹസ്യരേഖകൾ ഷോൺ ജോർജിന് എങ്ങനെ കിട്ടി എന്നതാണ് CMRLന്റെ ചോദ്യം. അതേസമയം വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിന്റെ അന്വേഷണം അവസാന ഘട്ടത്തിലാണ് എന്ന് SFIO നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും അന്വേഷണ റിപ്പോർട്ട് കേന്ദ്രത്തിന് നൽകുമെന്നും SFIO പറഞ്ഞു. മാസപ്പടി കേസിലെ SFIO അന്വേഷണം ചട്ടവിരുദ്ധമാണ് എന്ന് CMRL കഴിഞ്ഞ തവണ തന്നെ കേസ് പരിഗണിച്ചപ്പോൾ വാദിക്കുകയുണ്ടായി. ആദായ നികുതി സെറ്റിൽമെന്റ് കമ്മീഷൻ തീർപ്പാക്കിയ കേസിൽ രണ്ടാമതൊരു അന്വേഷണം പാടില്ല. കമ്മീഷൻ ചട്ടപ്രകാരം നടപടികൾ രഹസ്യ സ്വഭാവത്തിലുള്ളതായിരിക്കണം. കേസുമായി ബന്ധമില്ലാത്ത 3ാം കക്ഷിയായ ഷോൺ ജോർജിന് രഹസ്യരേഖകൾ എങ്ങനെ കിട്ടിയെന്നും CMRL ചോദിക്കുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി പുത്രിയുടെ അനധികൃത ഇടപാടുകളെക്കുറിച്ച് തുറന്നടിക്കുകയാണ് ഷോൺ ജോർജ്. 2016 മുതൽ 2019 വരെ വീണയ്ക്കും സുനീഷ് എന്ന ബന്ധുവിനും അബുദാബിയിൽ ജോയിന്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നതായി ഷോൺ ജോർജ് പറയുന്നു. എന്നാൽ അതിന്റെ രേഖകൾ ഉൾപ്പെടുത്താൻ നിയമപരമായി ഷോണിന് തടസ്സങ്ങളുണ്ട്. കാരണം UAE നിയമപ്രകാരം അത്തരം ഒരു ഔദ്യോഗിക രേഖ പുറത്തു വന്നാൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരുടെ ജീവൻ പോലും അപകടത്തിലാകും. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് നേരിട്ട് ഈ രേഖകൾ ശേഖരിക്കുന്നതിൽ യാതൊരുവിധ തടസ്സവും ഇല്ല എന്നും ഷോൺ ജോർജ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. എക്സാലോജിക് കൺസൾട്ടൻസിയുടെ ഈ അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഈ ശാഖയിൽ ഉള്ളതാണ്. 2016 മുതൽ ഈ അക്കൗണ്ട് അവിടെയുണ്ട്. വീണ വിജയനും സുനീഷ് എമ്മും, വീണയുടെ മുൻ ബന്ധുവായ സുനീഷ് എമ്മുമാണ് ഇതിൻ്റെ സിഗ്നേറ്ററീസ്. 2020 ഈ അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ പ്രമുഖ 2 സ്ഥാപനങ്ങളുടെയും കയ്യിൽ നിന്ന് പണം അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഹ്യൂജ് ഫണ്ട്. ഇതിനകത്ത് പല സമയത്തും ആവറേജ് ബാലൻസ് 10 കോടി രൂപയിലധികം ആവറേജ് ബാലൻസ് ഉണ്ടായിരുന്നു. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് കോടതി ഇതിന് പ്രത്യേക അന്വേഷണം ഓർഡർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് നിലവിലൊരു അന്വേഷണം നിലനിൽക്കുന്നുണ്ട്. ആ അന്വേഷിക്കുന്ന ഏജൻസിക്ക് ഇതിൻ്റെ രേഖകൾ, ഇതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ ഞാൻ സമർപ്പിച്ചിട്ടുണ്ട്. എങ്കിലും കേസ് ഇപ്പോഴും പെൻഡിങ് ഇരിക്കുന്ന സ്ഥിതിക്ക് അതിൻ്റെ ഒരു ഇൻട്രീം ആപ്ലിക്കേഷനായി ഞാൻ കൊടുത്ത അഡീഷണൽ ഡോക്യുമെൻ്റ് കോപ്പി കോടതിയിൽ സബ്മിറ്റ് ചെയ്തു എന്നുള്ളൂ. കോടതി ഇതിനകത്ത് പ്രത്യേകിച്ച് ഓർഡറൊന്നും ഇടേണ്ടതായിട്ട് ഒന്നുമില്ല. പക്ഷേ എല്ലാം കോടതി വഴി ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ള SFIOയ്ക്ക് ഞാൻ കൊടുത്തിട്ടുള്ള എല്ലാ രേഖകളും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതും കോടതിയിൽ സമർപ്പിച്ചിട്ട് എന്നുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. എൻഫോഴ്സ്മെൻറ്റും അതുപോലെ SFIOയ്ക്ക് ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾക്ക് തീർച്ചയായിട്ടും ഒഫീഷ്യൽ ട്രാക്കിൽ ഒഫീഷ്യലായി മാത്രമേ ആ അക്കൗണ്ടിൽ നിന്നും
അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാൻ കഴിയുള്ളൂ. അങ്ങനെ ആ ഒഫീഷ്യലായി കളക്ട് ചെയ്ത് വരുന്ന ഡോക്യുമെൻറ്റ്സിൻ്റെ വിലയുള്ളൂ. കാരണം ഞാൻ കണ്ട അല്ലെങ്കിൽ എനിക്കറിയാവുന്ന ഡോക്യുമെൻ്റ് എന്ന് പറയുന്നതിന് അതിന് ലീഗലി വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി അന്വേഷണ ഏജൻസികൾ തന്നെ ഒഫീഷ്യലായി അത് കൈപ്പറ്റണം. എന്നാൽ മാത്രമേ അത് മുമ്പോട്ട് പോവുള്ളൂ. തീർച്ചയായിട്ടും കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് പ്രത്യേകിച്ച് UAE നിന്നും ഒരു ഡോക്യുമെൻ്റ് കളക്ട് ചെയ്യാൻ നിയമപരമായി അത് തടസ്സമില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്.